വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന റീൽസിനെ കുറിച്ച് ആറ്റിറ്റ്യൂഡ് ക്യൂൻസിനെ ഒടിച്ചെടുക്കാൻ പോവാ. നമുക്ക് എല്ലാവർക്കും നമ്മൾ എത്ര വൃത്തികേടാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ചില മോട്ടിവേഷൻ വീഡിയോകളൊക്കെ കണ്ടിട്ട് നമുക്കൊരു വിചാരം കാണും നമ്മൾ നല്ലയാ, നമ്മളെ കാണാൻ നല്ലയാന്നൊക്കെ. ലുക്കിലാണ് നിങ്ങളുടെ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. നിങ്ങളുടെ വർക്കിലാണ് കാര്യം. നിങ്ങളുടെ വർക്ക് മോശമാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങളുടെ വർക്ക് മോശമാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് നന്നാക്കാവുന്നതേ ഉള്ളൂ. ദൈവം എല്ലാവർക്കും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്. ആ സൗന്ദര്യം കാത്തു സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലറ ചില്ലറ മോട്ടിവേഷൻ ഒക്കെ കണ്ട് എല്ലാവരും പിടിച്ചിരിക്കും. പക്ഷെ യവൻ കണ്ട മോട്ടിവേഷൻ വീഡിയോ ഏതാന്ന് എനിക്കൊന്ന് അറിയണം. ഇതിൽ നല്ല മറ്റേ ഇല്ല തുള്ളി കളിക്കുന്ന പച്ച കളറിലെ ഏലിയനായിരുന്നു. നീ ചെയ്യുന്നത് വളരെ മോശമാണ്. നീ സ്ക്രീനിനകത്തോട് ആൾക്കാരെ പീഡിപ്പിക്കുക ചെയ്യുന്നത്. സാധാരണ പട്ടികളൊക്കെ ഇങ്ങനെ കൂവിയിട്ട് വരുന്നത് കാലനായി. യവൻ കൂവിയിട്ട് വരുന്ന കാലൻ പുള്ളി ഡിസപ്പോയിന്റഡ് ആയി പോകും. കൊണ്ടുപോയി തൂക്കി വിറ്റാലും 5 പൈസ കിട്ടുമെന്ന് സംശയമാണ്. ഇവനിലേക്ക് നമുക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. അതിനു മുമ്പ് ക്യൂട്ട്നെസ് ഒക്കെ അങ്ങോട്ട് കയ്യിലെടുത്ത് തൂറി വാരി ഉരുട്ടി അങ്ങോട്ട് എടുത്ത് എറിയുക. എന്നെ കൊണ്ട് വൃത്തിയോട് പറയിപ്പിക്കാതെ. ആ ചിരി കണ്ടില്ലേ? അവസാനമായിട്ട് ഞാൻ ഇങ്ങനത്തെ ചിരി കാണുന്ന എന്റെ കൂട്ടുകാരന്റെ വീട്ടിലെ പഗിന്റെയാ. എന്തായാലും ആത്മാർത്ഥമായ ചിരിയാണെങ്കിൽ ജീവിതകാലം മൊത്തം നിന്റെ ഈ ചിരി നീണ്ടു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പിള്ളേരെ പഠിക്കാൻ കൊണ്ടിരുത്താൻ നേരം തള്ളമാർ ഇപ്പുറത്തിരിക്കണമെന്ന്. അപ്പൊ മഷിയുള്ള പേപ്പർ വിഴുങ്ങിയിരുന്ന എന്തോ കൊടുത്തേനെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം പേപ്പറും വിഴുങ്ങി ഇങ്ങനെ അങ്ങ് നടക്കുക. എനിക്ക് മാനേജർ ഉണ്ടോ? യവനോ? അലിൻ ജോസ് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ എടുത്താൽ കിട്ടിയിരിക്കുക. തക്കാളിപ്പെട്ടിക്ക് ഫിംഗർ പ്രിന്റോ? അടുത്ത കാളവണ്ടിക്ക് ഡിസ്ക് ബ്രേക്ക്. അപ്പൊ അതെങ്ങനെ ഇടി കിട്ടുന്ന സാഹചര്യം തടയാനൊക്കെ പുള്ളിക്ക്. അന്നാ പിന്നെ അതെന്ന് പറഞ്ഞാൽ പോരും. സ്വന്തം ഗുണ കാരണം ഇറങ്ങി നടക്കാൻ പേടി. അങ്ങോട്ട് കൂട്ടത്തിൽ 4 പേര് വേണം. ജനിപ്പിച്ചപ്പോ തലച്ചോറിന്റെ നട്ടലിനെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ മറന്നുപോയി. പൈസ ഒന്നും കൊടുക്കൂല. പൈസ കൊടുക്കൂലേ? അപ്പൊ എന്തോ കൊടുക്കുന്നത്? പൈസ ഒന്നും കൊടുക്കൂല. ഇവന്റെ പേര് സ്വയം പീഡിപ്പിച്ചതിന് ഒരു കേസ് എടുക്കണം. മൃഗപീഡനത്തിന്. മൈലിക്ക് ഇനി അയ്യോ നല്ല തൊലിയാ കേട്ടോ. ചേട്ടായോ പിന്നെ വന്നു. മറ്റേ RDX എനിക്ക് ചാൻസ് ഡയറക്ടറിന്റെ ഹിദായത്താണ്. കേട്ടായി പിന്നെ RDXന്റെ ഡയറക്ടർ പിന്നെ ആ സിനിമ ഇരുന്ന് കാണുവാന്നാ കേട്ടാ. ഈ മൊണ്ണ ഇതിൽ എവിടെ തല കാണിച്ചെന്ന് അറിയാം. ഇവനെ ഓർത്തൊന്നും മാറ്റി നിർത്തിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവനൊരു പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. ഇവനെ ഇന്റർവ്യൂ ചെയ്യുന്ന ചാനൽ ബാൻ ചെയ്ത് കളയണം. എനിക്കൊന്ന് സെറ്റ് വല്ലതും കൊടുത്തോണ്ടിരുന്ന ഇഡലി വല്ല കട്ട് തിന്നാ കയറിയപ്പോ ക്യാമറക്കകത്ത് എന്നിട്ട് അറിയാതെ കണ്ടതാ. എനിക്ക് അപ്പോൾ ഒരു സെക്കൻഡിന്റെ സീനാണ് ഇതിനകത്തുള്ളത്. സെക്കൻഡ് മനസ്സിലാക്കി. ഇതത് തന്നെ. ഇത് ഇഡലി കട്ട് തിന്നാൻ കയറിയപ്പോ ക്യാമറക്കകത്ത് അറിയാതെ പിടിച്ചേ. ഇതേതാ ഈ ആന്റി? എന്റെ പൊന്നാൻറ്റി, ഈ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശം. ഇത് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മോന്ത പെർമനന്റ്ലി ഇങ്ങനെ ആവും. പിന്നെ അവരെ ഉള്ളിക്കടിച്ച് നേരെ ആക്കേണ്ടി വരും. ആ ബാക്കി നിൽക്കുന്ന പുള്ളിക്കാരൻ എന്തൊക്കെയോ പിച്ചും പയ്യോ ഒക്കെ പറയുന്നുണ്ട്. പുള്ളിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിർബന്ധിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയതാണെന്നാ തോന്നുന്നത്. എനിക്കൊന്ന് പുള്ളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവൻ പാട്ട് വെച്ചാന്ന് തോന്നുന്നു. ശിവ കഞ്ചാവടി തുടങ്ങിയ അവന്മാരുടെ വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു. അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നവനെ ഈ വീഡിയോയിലല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ മാറിയേക്കണം. നടന്ന മൂക്ക് മേടിക്കുക. നമ്മൾ വിചാരിക്കും ഒരു വീഡിയോയിലൊക്കെ ആളിയാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളന്ന്. അല്ല, കോളേജോ? അയ്യോ എടാ, ഇവന്റെ പാതി കോൺഫിഡൻസ് വേണ്ട, പാതി വേണ്ട, കൂടുതലാ. ഇമ്മിണി എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ആരൊക്കെയോ ആയി പോയേനെ. ഞാനൊക്കെ ഒരു ദിവസം അവനായിട്ട് ജീവിച്ച ഒരു ദിവസം എനിക്ക് ഏതെങ്കിലും കോളേജിൽ ചെന്ന് ഇതുപോലെ ചെയ്യേണ്ടി വന്നിരുന്നേ അന്ന് ഞാൻ തൂക്കിച്ചത്തേനെ. ആലോചിക്കട്ടെ, ഒരു പയ്യനുണ്ട്. ഞാനും കാത്തിരിക്കുകയാണ്. ആരാടോ ഇത്? കോഫി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം
വേണ്ട നാട്ടിലോട്ടൊന്നും വരണ്ട, വന്നാൽ തന്നെ ആരോടും പറയരുത്. നമുക്കിനി നമ്മുടെ ആളിലേക്ക് ചെല്ലാം. കിം ഡീഫെങ്. ഇവൻ തന്നെ പറയുന്നത് ഇവൻ BTSന്റെ മറ്റേതാണെന്നാണ്. പക്ഷെ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവൻ BTSന്റെ മറ്റേടത്തെ പൂടയാന്ന്. ഐ ആം ഫ്രം പൂക്കിലാൻഡ് ആൻഡ് യു. പൂക്കിലാൻഡോ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവനെ വല്ല ടോയ്ലറ്റ് ക്ലീനറിന്റെ പരസ്യത്തിൽ തീട്ടമായിട്ട് അഭിനയിപ്പിക്കണം. അതാന്ന് തോന്നുന്നു അളിയന്റെ മെയിൻ പോരിയിടുന്നത്. എന്തുവാ? ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ മറ്റേ സൈഡ്. ഇതാ പറഞ്ഞു ഇങ്ങോട്ട് നമ്മൾ പോരുത്. കൈക്ക് എന്താ പറ്റി? ആരാണ്ട് തല്ലി ഓടിക്കാന്ന് തോന്നുന്നു. ഒരു ചേരക്ക് ഒരു കൈയും കാലും വെച്ച് കൊടുത്താൽ അത് ഇങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. ഉറപ്പാ. Feel like a brand new person. 1 million zillion jillion dillion cotillion times later. ഓ ഇത് താടി ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടുപിടിച്ചു. ഇത് മറ്റേ 2 ഫോട്ടോ കാണിച്ചിട്ടില്ല. എന്തോ വ്യത്യാസം ചോദിക്കാതെ മറ്റേ താടി ഉണ്ടായിരുന്നു. അതാ വ്യത്യാസം. തലവേദന ഒന്നും എടുത്തിട്ട് ആരും അവന്റെ വീഡിയോ കാണില്ലേ, അത് ട്യൂമർ ആവും. ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല. ഇവന്റെ ആറ്റിറ്റ്യൂഡ് കാരണം ഇവൻ നമുക്ക് വേണ്ടി ബാക്കി പെമ്പിള്ളാരെ വെക്കത്തില്ല. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ളതാ. ഇവരൊക്കെയുടെ ഓവർ കോൺഫിഡൻസും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് അതിന്റെ 3ാമത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഇതുപോലൊരു മൊണ്ണ ഉണ്ടാവും. എന്നെ കുറെ സീക്രട്ടുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കും.